UDF ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത് 40,000 മിനിമം ഭൂരിപക്ഷം ഞാൻ ഉണ്ടായിത്തരാം. നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട. ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ മടങ്ങിക്കോ. ഞാൻ ഏറ്റു നിലമ്പൂരിലെ UDF പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട് ഇപ്പം എന്താ സ്ഥിതി? ഞാൻ രാജിവെച്ചെന്തിനാ? ഈ പിണറായിസത്തിനെതിരെ മൂന്നാമതും പിണറായി വരുന്നെന്ന നരേഷനാണ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല ഇവിടുത്തെ വസ്തുത എന്ന് തെളിയിക്കാൻ കൂടിയല്ലേ രാജിവെച്ചത്. അത് മുഖവിലേക്ക് എടുക്കേണ്ടവർ മുഖവിലേക്ക് എടുത്തില്ല. അതുകൊണ്ടല്ലേ ഇപ്പം ഈ വരുന്നത്. നിങ്ങൾ ഫൈനൽ റൗണ്ട് നോക്കിക്കോ. ഫൈനൽ റൗണ്ട് UDF കിട്ടുന്ന വോട്ടും PV അൻവറിന് കിട്ടുന്ന വോട്ടുമാണ് ഇവിടുത്തെ ആന്റി പിണറായി വോട്ട്. ആ വോട്ട് രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ പറയുന്ന സ്വരാജ് തോറ്റ ഇപ്പൊ നിങ്ങൾ കിട്ടിയ വോട്ട് അത് ജയിച്ചോട്ടെന്ന്. അല്ല, കണ്ണു തുറക്കണ്ട, കണ്ണടച്ചോട്ടെ. എനിക്കെന്താ കുഴപ്പം? കണ്ണടച്ചോട്ടെ. താങ്കൾ കണ്ണടപ്പിക്കാനോ വന്നെങ്കിൽ താങ്കൾ കണ്ണടപ്പിച്ചോന്ന്. കുഴപ്പമെന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ജനങ്ങളുടെ സപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഒരാൾ ചെയ്യും. ജനങ്ങളൊപ്പം നോക്കും. നിങ്ങൾക്ക് 3000 വോട്ടിന് കിട്ടുമെന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പൊ 40% ഇപ്പൊ 10,000 വോട്ട് കിട്ടിയില്ലേ? അങ്ങനെ കിട്ടിയത് അത് തന്നെയാണ് കേരളം. നിങ്ങൾ വിചാരിക്കുന്ന കേരളം മാറിക്കഴിഞ്ഞു. കേരളത്തിൽ ഒരു തലമുറ മാറി ചിന്തിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ കാണാതെ പോയാൽ കാണാതെ പോകുന്നവൻ കുഴി പോയി ചാടും. അത്രേ പറയാനുള്ളൂ. എത്തൂല. തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയം നിർത്തണോ? അംഗീകരിക്കണം. വോട്ട് കഴിയുമ്പോ അപ്പൊ അംഗീകരിക്കും. അറിയില്ല. തെളിഞ്ഞോ? അത് സമ്മതിച്ചോ? എന്നാ പിന്നെ നമുക്ക് നിർത്താം. അതല്ലേ വിഷയം. 6677 ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം ഉയർന്നിരിക്കുന്നു. 10,000 വോട്ട് കടന്നതിന്റെ ആഹ്ലാദം അൻവറിന്റെ മുഖത്തുണ്ട്. അൻവർ വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ്. കാരണം പിണറായിസിനെതിരെയുള്ള പോരാട്ടം ഫലം കണ്ടിരിക്കുന്നുവെന്നാണ്. തനിക്ക് വീഴുന്ന ഓരോ വോട്ടുകളും ജനത്തിന്റെ വോട്ടാണ്. അത് ആ തരത്തിൽ പിണറായിസിനെതിരെയുള്ള വോട്ടാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. അൻവറിന് ആഹ്ലാദിക്കാൻ വകയുണ്ട്, യാതൊരു സംശയവുമില്ല. ആലോചിക്കാൻ ഒരു പഴുതുകൂടി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ UDF തിരുത്താം, അതല്ലെങ്കിൽ ഒരു ജനകീയ മുന്നണിയിലേക്ക് വരെ പോയേക്കും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ താൻ ഏറ്റെടുക്കുമെന്നും ഇനിയും രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി അൻവർ മാറുന്നു. UDF ഈ വിജയത്തിനൊപ്പം അൻവർ എന്നുള്ളൊരു ചോദ്യം കൂടി, ഒരു ചർച്ച കൂടി UDF ഇതിനൊപ്പം വരികയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല, സംശയമില്ല. 6677 എന്നുള്ളത് ചെറിയ ഭൂരിപക്ഷമല്ല. അത് ആ തരത്തിൽ 10ാം റൗണ്ടിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും ഓരോ തവണയും ഭൂരിപക്ഷം, ഓരോ നിലയിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ആരാണ് ഷൗക്കത്ത് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ചുങ്കത്തറയും എണ്ണി തുടങ്ങിയോ? അങ്ങനെ അപർണ, ഇതുവരെ സംഭവിച്ചത് ഇങ്ങനെയാണ്. 8ാം റൗണ്ട് വരെ ഷൗക്കത്തിനായിരുന്നു ഭൂരിപക്ഷം. പക്ഷേ 9ാം റൗണ്ട് വന്നപ്പോൾ സംഭവിച്ചത് അവിടെ സ്വരാജിന് നേരിയ ഭൂരിപക്ഷം കിട്ടി. 232 വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടി. പക്ഷേ പോത്തുകൽ പഞ്ചായത്ത് പൂർണ്ണമായും UDF ആധിപത്യം തന്നെയായിരുന്നു.